സോ ഹായ് യൂട്യൂബേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു റിലീസാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ്. അപ്പോൾ എനിക്ക് അറിയാം ഗൈസ്, ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എൻ്റെ ചാനലിൽ ഒരു തവണയും കൂടെ കണ്ടോ, വലിയ സീനൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ ആനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി, ചിലർ പറയുന്നു സോളോ ലെവലിങ്ങിനെക്കാളിലും അടിപൊളി ഒരു ആനിമയാണ്. എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയില്ല, പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി നല്ല കേടില്ല, എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. പിന്നെ എനിക്ക് നല്ല എക്സ്പ്ലെയിനും കൂടെ പറഞ്ഞു തന്നു, നീ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു, നല്ലൊരു ആനിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനും ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മെയിൻ ഐക്കോണിക് സ്റ്റാർ ആയിട്ടുള്ള വിൻ ബ്രേക്കർ, എൻ്റെ മെയിൻ ഐറ്റം, എൻ്റെ ഐക്കോണിക് ഐറ്റം, എൻ്റെ പഴയ ചാനലിലെ മുത്ത്, അവൻ തിരിച്ചു വരാൻ പോവാം. അവൻ്റെ സീസൺ 2 ഞാൻ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പറ്റുമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇറങ്ങുന്ന ദിവസം അന്ന് രാത്രി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. രാവിലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കും. സോ ഇതിലും ഇനി വരാൻ പോകുന്ന എല്ലാ ആനിമൽക്കും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പേ പഴയ പോലെയല്ല, സബ് തീരെ കിട്ടുന്നില്ല. പണ്ടെനിക്ക് ഒരു ദിവസം 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നതെങ്കിൽ, ഒരു ദിവസം 500 to 300 സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം 4-5 കിട്ടിയാൽ കിട്ടി. അത് പറ്റത്തില്ല. ചാനൽ കാണുന്ന പുതിയ വീട്ടിലാണ് നിങ്ങളെല്ലാം സബ് ചെയ്യും. ഞാൻ പറയാം, സബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അധികം സമയമൊന്നും പോകത്തില്ലോ, റിഗ്രറ്റും അടിക്കത്തില്ല, എന്തായാലും നിങ്ങൾക്ക് കൂടാൻ തോന്നും. അതുകൊണ്ട് സബ് അടിച്ച് നിങ്ങളെല്ലാം കയറി വയസ്സ്. അത്രയും പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കയറാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് ഒരു കഥയുടെ എൻഡിങ് ആയിരുന്നു, ഇല്ലെങ്കിൽ ഒരു അവസാനം. ആ അവസാനത്തിൽ ഒരുത്തൻ അവൻ്റെ റൈവലിനെ തോപ്പിച്ച്, ഇല്ലെങ്കിൽ അതിക്രൂരമായിട്ട് അവൻ്റെ റൈവലിനെ തോപ്പിച്ച് അവൻ ആ രാജ്യത്തെ രാജാവാകുന്നു. വെറും രാജാവൊന്നുമല്ല, അവൻ രാജാവായിട്ട് ആ രാജ്യത്തിൽ തന്നെ അവൻ്റെ ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരെയും അവിടെ ബോംബിട്ട് അവനങ്ങ് നശിപ്പിക്കും. ആ ടാം പറയും, ഇതോടെ കൂടെ ഈ രാജാക്കന്മാർ കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രാജാവ് ഞാനാ എന്ന് പറഞ്ഞ് അവനെ ഇരിക്കുമ്പോഴായിരിക്കും അവൻ കണ്ണാടി നോക്കുമ്പോൾ പെട്ടെന്ന് അവനെന്തോ വയ്യാഴിക തോന്നി, അസ്വസ്ഥനായിട്ട് അവൻ മുങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നു, അവന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. പെട്ടെന്ന് അവനെ കണ്ണടയും. പിന്നെ ആ കണ്ണ് തുറക്കുന്ന ഒരു കുഞ്ഞാവയായിട്ടാണ്. അവൻ പെട്ടെന്ന് അടിക്കും, ഇതാരെ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ നിൽപ്പുണ്ടാവും. അവനായിരിക്കും ആദർ. പിന്നെ മറ്റേതായിരിക്കും അവൻ്റെ അമ്മ ജൂലിസും. അപ്പം ആരും ജൂലിസും പറയും, എൻ്റെ പൊന്നുമോൻ എണ്ണിച്ചോ എന്ന് പറഞ്ഞ് അവർ മോനെ കൊഞ്ചിക്കാൻ തുടങ്ങും. പക്ഷേ ഇത് കണ്ടാൽ അവൻ ഞെട്ടിപ്പോവും, ഞാനെന്ത് ഇവിടെ? അപ്പോൾ അവൻ മനസ്സിലാവും അവൻ വേറെ ഏതോ വേൾഡിൽ ഇപ്പോൾ എത്തിച്ചേർന്നതെന്ന്. അവൻ പറയും, അവൻ അവസാനമായിട്ട് രാജാവായി എത്തിയതാ, ഇത്ര നാൾ യുദ്ധമൊക്കെ ചെയ്തിട്ട് അവസാനം ഈ കുഞ്ഞാവാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടേ എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ആദർ പുറത്ത് പോയിട്ട് അവനെ മാജിക് യൂസ് ചെയ്ത് വലിയൊരു സ്റ്റോം പൊട്ടിക്കും. ആ സ്റ്റോം പൊട്ടിച്ച കൂട്ടത്തിൽ ഒരു കല്ല് അവൻ്റെ തലയിൽ വന്ന് വീരും. അതിനെ നമ്മുടെ ജൂലീസാണ് ഹീൽ ചെയ്യാൻ തുടങ്ങും അവനെ. അതിന് ശേഷം നമ്മുടെ ചെറുക്കനെന്തിയും ആദർ ഇതെല്ലാം നോക്കി നല്ലവണ്ണം അല്ലാസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇവരാണെങ്കിൽ ഇവനെ നല്ലോണം കൊഞ്ചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ചെറുക്കൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം അവൻ്റെ ജൂലീസ് പറയും, ആദർ ഇനി നിനക്ക് കിടക്കാനുള്ള സമയമായി, ഇനി എന്നെ മുമ്പ് എന്ന് ഉറങ്ങി എന്ന് പറയും. അത്രയും പറയുമ്പോൾ തന്നെ അവനും പതിയോ കണ്ണടയാനകത്ത് വരും. അതിന് ശേഷം അവൻ ആലോചിക്കും, എൻ്റെ പഴയ ജീവിതത്തിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടേ ഇല്ല, ഞാൻ എപ്പോൾ കണ്ണടച്ചാലും എന്നെ കൊല്ലാൻ വേണ്ടി അസാൻസിൽസ് അങ്ങോട്ടേക്ക് വരും, എന്തായാലും ഈ ലൈഫിൽ അത് ബാധകമല്ല എന്ന് പറയും. അങ്ങനെ അവൻ്റെ കൊച്ചു കാലുകൾ കൊണ്ട് പതിയെ മുട്ടിലെഴയാനൊക്കെ തുടങ്ങും. അങ്ങനെ ഇറങ്ങി അവൻ അവിടുത്തെ കണ്ണാടിയെ ഫ്രണ്ടിൽ ചെല്ലും. അവിടെ ചെന്ന് അവനെ തന്നെ നോക്കുമ്പോൾ അവന് മനസ്സിലാവും അവൻ എങ്ങനെ കാണാനെന്ന്. അവൻ പറയും, അപ്പോൾ ഇതാണ് ബേബി ആദർ അല്ലേ? എന്തായാലും ഈ ശരീരവും പേരുമായിട്ടൊന്നും ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല, പക്ഷെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അതിന് ശേഷം അവൻ്റെ അമ്മ വീണ്ടും വന്നിട്ട് അവനെ കിടത്തും. എന്നിട്ട് പറയും, എൻ്റെ മോനെ ഉറങ്ങുക, ഞാൻ പോയി ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവൾ പോവും. ആയിട്ട് നമ്മൾ അതെന്ത് ചെയ്യും, അവൻ താഴെ ഇറങ്ങി പതിയെ അവൻ്റെ അമ്മയുടെ പുറകിൽ ഒളിഞ്ഞെളിഞ്ഞ് പമ്മി പോയിട്ട് അവളുടെ പുസ്തകം നോക്കും. എന്നിട്ട് പറയും, നോളേജാണ് ബലം, നോളേജ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തും അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവൻ ആ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങും. എന്നിട്ട് ഈ വേൾഡിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ തുടങ്ങും. ഈ വേൾഡിൻ്റെ ജിയോഗ്രഫിക്കൽ മാപ്പ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൽഫ്, ഡാർഫ്, പിന്നെ ഹ്യൂമൻസിന് ഇതേപോലൊക്കെ തന്നെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഈ എൽഫിന് മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യാൻ തോന്നുന്നു. ആൻഡ് ദെൻ അവർ നിൽക്കുന്ന ഈ കിണ്ടത്തിനൊരു പേരുണ്ട്, സാപ്പിയൻ കിണ്ടോ എന്നാണ് എന്നെ പറയുന്നത്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ചേർക്കാൻ വേറൊരു ബുക്ക് എടുക്കും. ആ ബുക്കിനകത്ത് മാജിക്കിനെ കുറിച്ച് എന്തോ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ചെറുക്കൻ ആദർ പറയും, എന്തായാലും അവനൊരു കാര്യം മനസ്സിലായി, അവൻ്റെ പഴയ വേൾഡിനെ വെച്ച് നോക്കുമ്പം ഈ വേൾഡ് ഭയങ്കരമായിട്ട് അണ്ടർ ഡെവലപ്ഡ് ആണ്. പക്ഷേ ഈ വേൾഡിൽ മാജിക് എന്ന് പറഞ്ഞ, ഇല്ലെങ്കിൽ മാന എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് അവൻ എന്തായാലും പഠിച്ചെടുക്കണം. എന്നിട്ട് അവൻ വായിച്ച് തുടങ്ങും.
വായിച്ച് വായിച്ച് അവർ 2 കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ 2 തരം മാജിക് യൂസേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനെ പോലെ ലൈക്ക് മാനെ സ്വന്തം ബോഡിയിലേക്കാക്കിയിട്ട് ബോഡി തന്നെ വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഏകദേശം അവൻ്റെ അമ്മയെപ്പോലെ എന്ന് പറയാം, സോർസർ പോലെ വേറൊരു സാധനത്തിന് മുകളിൽ അവരുടെ കൺട്രോൾ വെക്കാൻ പറ്റും. അമ്മ ഹീലറാന്ന് തോന്നുന്നു. പിന്നെ ഇതിനെ അവന് ശരിക്കും നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ മാന കളക്ട് ചെയ്യാൻ എനിക്കൊരു സ്ഥലമുണ്ട്, അതാണ് മാനാക്കോർ എന്ന് പറയുന്നത്. ഈ മാനാക്കോറിൻ്റെ മുകളിൽ നമുക്കൊരു മാസ്റ്ററി ഇല്ലെങ്കിൽ ഒരു മാന യൂസർ അല്ലെങ്കിൽ മാജിക് യൂസറിന് മാനാക്കോറിൻ്റെ മുകളിൽ മാസ്റ്ററി ഉണ്ടെങ്കിൽ അവൻ വൺ ഓഫ് ദി ബെസ്റ്റ് സോഴ്സേഴ്സായി മാറും. അപ്പോൾ നമ്മുടെ ചെറുക്കൻ ആലോചിക്കും, എനിക്ക് മാനാക്കോറിനെ കൊണ്ടുവരാനൊന്നും അറിയത്തില്ല, പക്ഷേ എൻ്റെ പഴയ വേൾഡിൽ ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് കീ ആയിരുന്നു, മാജിക് അല്ല. എനിക്ക് കീയിൻ്റെ മുകളിൽ മാസ്റ്ററി ഉണ്ടായിരുന്നു. കീ എൻ്റെ ശരീരത്തിൻ്റെ ഒരു സ്ഥലത്തായിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ പഴയ വേൾഡിലെ നോളജ് എനിക്ക് ഇവിടെ യൂസ് ചെയ്ത് അത് ഇവിടുത്തെ രീതിയിൽ എനിക്ക് ഉപയോഗമാവുമോ എന്നവൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ അവൻ്റെ ശരീരത്തെ ഉള്ള മാന എനർജി സെൻസ് ചെയ്ത് അതവൻ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവരാൻ ഇങ്ങനെ നോക്കും. അവൻ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമായിരിക്കും. അവൻ്റെ ഫുൾ പവർ അവൻ എടുത്തുകൊണ്ടിരിക്കുകയും അവൻ പതിയെ അവൻ കോർ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയും അവൻ ഇപ്പം തീരാറായെന്ന് പറഞ്ഞിരിക്കുമായിരിക്കും. പെട്ടെന്ന് എന്നിട്ട് അയ്യോടാ മമ്മിയുടെ പൊന്നൂസ് എന്തോ ചെയ്യുവാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആലീസ് വന്നിട്ട് നമ്മുടെ ചെറുക്കനെ എടുക്കും. എന്നിട്ട് പറയും, അയ്യോ എൻ്റെ ചെറുക്കൻ നെക്കി അടിയിൽ നിന്നെല്ലാം പോയല്ലോ, കുഴപ്പമില്ല മാമി വൃത്തിയാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ചെറുക്കനെ എടുത്തുകൊണ്ട് പോകും. അതിന് ശേഷം 2 വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ ആദരാണെങ്കിൽ ഇപ്പം 2 വയസ്സ് തന്നെയായി. പക്ഷേ ഇപ്പോഴും അവൻ്റെ അമ്മയ്ക്കൊരു ചെറിയൊരു വിഷമമുണ്ട്. ആലീസിൻ്റെ നോട്ടത്തിൽ അവൻ ഇന്നേ അവരെ ചിരിച്ചു കണ്ടിട്ടില്ല. അവൻ എപ്പോഴും ഇച്ചിരി സീരിയസ് ആയിട്ടും എപ്പോഴും ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഫേസ് അവിടെ ഇരിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ ചെറുക്കൻ ഒന്ന് കഷ്ടിച്ചെണിച്ച് നടക്കാൻ വേണ്ടി ഒന്ന് നിൽക്കാൻ പഠിച്ചപ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ അവനെ വാളിന് വേണ്ടി ലൈക്ക് സോർട്സ് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ്ട് അവൻ്റെ അമ്മ നല്ലോണം ദേഷ്യപ്പെടും, നിങ്ങൾക്ക് ബോധമില്ലേ അവൻ എണ്ണിച്ചെന്നേ ഉള്ളൂ, അതിന് മുമ്പേ അവന് പ്രാക്ടീസ് തുടങ്ങുവാണോ വിഡ്ഢിയാണോ ഒക്കെ പ്രദേശപ്പെടും. അതിന് അവൻ്റെ അച്ഛനും പറയും ഓക്കെ സോറി എന്ന് പറയും. ഇത് നമ്മുടെ ആദറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മുടെ ആദറിനെ അവൻ്റെ അമ്മ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ ഈ മാർക്കറ്റിൽ പോകും ഷോപ്പിങ്ങിന് വേണ്ടി. പോകുന്നത് നമ്മുടെ ആദറിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ പോകുമ്പോഴാണ് ആദറിന് ശരിക്കും അവൻ്റെ ആ വേൾഡിനെ കുറിച്ച് കുറേ കാര്യം മനസ്സിലാക്കാനായി. കാരണം വെപ്പൺസും ഷീൽഡും ഇരിക്കുന്ന ആൾമാരെ മനസ്സിലാവും ഈ വേൾഡിൻ്റെ ടെക്നോളജീസ് അല്ലെങ്കിൽ ഈ വേൾഡിനെ ഡിഫെൻഡിങ് അറ്റാക്കിങ് എത്ര കാലം മുമ്പ് പഴക്കമുള്ളതാണ് അല്ലെങ്കിൽ ഏത് ജനറേഷനിലാണ് മനസ്സിലാകുന്നത്. ക്രിസ്റ്റൽസും അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ അവന് മണീസ് പിന്നെ മാജിക്കൽ ഐറ്റംസ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവന് കുറേ കഴിഞ്ഞ് മനസ്സിലാവും. പിന്നെ പലവരുടെ മാജിക്കൽ എബിലിറ്റീസ് കാണുമ്പോൾ അവൻ അതിൽ കൂടുതൽ ഫാസിനേറ്റഡും പിന്നെ വണ്ടറും അടിച്ചിരിക്കും. ഏറ്റവും ലാസ്റ്റ് അവൻ തിരിച്ചു വരുമ്പോഴത്തേനും അവൻ ക്ഷീണിച്ച് വയ്യാതാവും. അവസാനം അമ്മ തന്നെ അവനെ ക്യാരി ചെയ്തുകൊണ്ട് വരണം. ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ മോനെ ഉള്ളതുകൊണ്ട് ഇവനെ നല്ലവണ്ണം കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ ആയിരുന്നു നമ്മുടെ ആദറിനെ വളർത്തിക്കൊണ്ടിരുന്നത്. സംഭവം ആദർ ഭയങ്കര മെച്ചുവേർഡ് ഇല്ല രാജാവാദ ക്രൂവലാന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ആദർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ചെറുപ്പത്തിൽ ആദറിന് അച്ഛനോ അമ്മയോ ആരുമില്ലായിരുന്നു, അവനൊരു ഓർഫനായിരുന്നു. ശരിക്കും ചെറുപ്പം തൊട്ടേ രാജാവാവണം അതാവണം ഇതാവണം പറയും ട്രെയിനിങ്ങും ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരുന്നു അവൻ്റെ സ്ഥിരം പരിപാടി. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിൽ നല്ലോണം സ്നേഹിക്കുന്ന ഒരച്ഛനെയും അമ്മയും കിട്ടിയപ്പം ശരിക്കും അവനെല്ലാം എൻജോയ് ചെയ്യാനും കൂടെ തുടങ്ങി. അങ്ങനെ സമയം വീണ്ടും കടന്നുപോയി. നമ്മുടെ ആദരാണെങ്കിൽ അവൻ്റെ അച്ഛൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവൻ്റെ അച്ഛനാണെങ്കിൽ മാനാസോൺ പോലെ സംഭവം വരെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ അച്ഛനവിടെ നിൽക്കുമ്പോൾ തന്നെ ചുറ്റിനുള്ള സാധനങ്ങൾ മാന കാണണം പൊട്ടാനും തകരാനും തുടങ്ങും. ഇത് കണ്ട് നമ്മുടെ ചെറുക്കൻ നല്ലവണ്ണം ഞെട്ടിക്കും. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ അച്ഛനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് തന്നെ പറയാം. എപ്പോഴും അച്ഛൻ പ്രാക്ടീസ് ചെയ്യുന്നു ട്രെയിൻ ചെയ്യുന്നു നോക്കിയിരിക്കുക അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ വീണ്ടും സമയം ഇങ്ങനെ കടന്നുപോയി. പെട്ടെന്ന് നമ്മുടെ ആലീസ് കൊണ്ട് പറഞ്ഞു, നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ, ബാ നിനക്ക് ഉറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് അവനെ എടുത്തുകൊണ്ട് പോകും. പക്ഷേ അത് അവന് ഇഷ്ടപ്പെട്ടില്ല. അവന് കുറച്ചുകൂടെ കാണണമെന്നുമായി. അങ്ങനെ ബുക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ആ അമ്മയോട് പറഞ്ഞു, അമ്മ ബുക്കിന് പറഞ്ഞ് കാണിക്കാൻ തുടങ്ങി. പക്ഷേ അതിന് ആലീസ് പറഞ്ഞു, ഇല്ല നിനക്കിപ്പോൾ ഉറങ്ങേണ്ട സമയം ഉറങ്ങിയേ പറ്റൂ. പക്ഷേ അവൻ്റെ ക്യൂട്ട്നെസ് എല്ലാം കൂടെ ഒരുമിച്ച് അവൻ ഫുൾ ഓൺ പവറിലെടുത്ത് അവസാനം അമ്മയെ കാണിച്ച് അവസാനം അമ്മ വീണ് പോയി. എന്ത് ചെയ്യാനാ ചെറുക്കൻ്റെ ഒരു ടാലൻറ്റ്സ്. അങ്ങനെ അവനെ എന്ത് ചെയ്തു ബുക്ക് വായിക്കാൻ വേണ്ടി അവിടെ ഇരുത്തി. പക്ഷെ കുറച്ച് നേരത്തേക്ക് മാത്രം. ഈ 2 വയസ്സുകാരൻ എങ്ങനെ ബുക്ക് വായിക്കും എന്നുള്ള കാര്യമാണോ ആ പേരൻസ് ആലോചിക്കുന്നത്. അതിനുശേഷം അവന് ഈ തവണ അവൻ്റെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവൻ ഒരേ സ്ഥലത്ത് അവൻ്റെ മാനാക്കോർ കൊണ്ടുവന്ന്
അതിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി അവൻ തുടങ്ങും. അങ്ങനെ ഈ തവണ അവൻ സക്സസ്ഫുള്ളായിട്ട് അവൻ അത് ചെയ്തെടുക്കും. പെട്ടെന്ന് അവരുടെ വീടിൻ്റെ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടന്നു. എന്നിട്ട് നമ്മുടെ ആലീസിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ആദറിൻ്റെ അച്ഛനാണെങ്കിൽ അവളുടെ മണ്ടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. എന്നിട്ട് നമ്മുടെ ചെറുക്കൻ്റെ പുറമാണെങ്കിൽ ഏകദേശം ഒന്ന് എരിഞ്ഞ് പൊള്ളിപ്പോവും. അതിനുശേഷം അവർ വീടിൻ്റെ അകത്തേക്ക് വരും. വീടിൻ്റെ പകുതി മുകൾക്കുരയോളം പറന്നു തെറിച്ച് പോയി. അവിടെ നമ്മുടെ ചെറുക്കൻ ആദറാണെങ്കിൽ എയറിൽ ഒരു ഗോൾഡ് കളറിലെ അല്ലെങ്കിൽ ഗോൾഡ് കളറിലെ മാന കൊണ്ട് കവറായി അവൻ ഏറി നിൽക്കുന്നതാണ്. ഇത് കണ്ടപ്പോഴേ നമ്മുടെ ആലീസിനും അവൻ്റെ അച്ഛനും ആദറിൻ്റെ അച്ഛനും മനസ്സിലായി ചെറുക്കൻ ഒരു സാധാരണ ചെറുക്കനല്ല, അവൻ ഈ ഒരു കുറഞ്ഞ സമയത്ത് തന്നെ അവൻ മാനാക്കോർ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞെന്ന്. അങ്ങനെ പെട്ടെന്ന് അവൻ താഴോട്ടേക്ക് ഇറങ്ങും. അതിനുശേഷം മുകളിലൊരു വലിയൊരു വുഡൻ പീസ് അവൻ്റെ തലയിൽ വീരാൻ പോകും. അതോടെ അവന് മനസ്സിലായി, ഓക്കെ, ഈ വേൾഡിൽ നിന്ന് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അവനിപ്പോൾ മരിക്കാൻ പോവുക എന്ന് പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴായിരുന്നു അവൻ്റെ അമ്മ വന്ന് അവനെ കവർ ചെയ്ത് പിടിക്കുകയും പെട്ടെന്ന് അവൻ്റെ അച്ഛൻ അവരെ രണ്ടുപേരും രക്ഷിച്ച് ആ ഒരു വുഡൻ പീസ് നശിപ്പിച്ച് കളയുന്നതും. ഇത് കണ്ട് അവർ രണ്ടുപേരും കരയാൻ തുടങ്ങും. ആലീസും കരയാൻ തുടങ്ങും, ആദറും കരയാൻ തുടങ്ങും, അതിന് അച്ഛനും കരയാൻ തുടങ്ങും. കാരണം നമ്മുടെ ചെറുക്കനെ ഇന്നേ വരെ ആരും കൊല്ലാനല്ല രക്ഷിക്കാൻ ആരും വന്നിട്ടില്ല. അതിനെക്കാട്ടി ഉപരി അവനെ ഓർത്ത് ആരും കരയുന്നു അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ്റെ സക്സസ് കണ്ട് ആരും സന്തോഷത്തിൽ കരയുന്ന ആരും കണ്ടിട്ടില്ല. അവൻ ആദ്യമായിട്ടൊരു അച്ഛനെയും അമ്മയും കിട്ടുന്നത് അതും ഓർത്ത് അവനും കരയാൻ തുടങ്ങും. ശരിക്കും പറയാമല്ലോ, ലിറ്ററൽ മാസ്റ്റർ പീസ് ആനിമ എന്ന് തന്നെ പറയണം. എന്ത് പറഞ്ഞാലും അലൻ എക്സ്പ്ലെയിനർ പറയട്ടെ, ഈ ഒരു ആനിമ ഇപ്പോൾ കാണാൻ തുടങ്ങി എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയത്. ബ്രോ, മേ ബി ഇറ്റ് ക്യാൻ ഓവർകം സോളോ ലെവലിംഗ്. ഐ സെഡ് മേ ബി. സോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരും മറക്കാണ്ട് സബ് ചെയ്യുക. സബ് എനിക്ക് ഇച്ചിരി അത്യാവശ്യമാണ്, ചെയ്യാൻ കിട്ടിയേ പറ്റൂ. ഇനി നമുക്ക് പുറത്തോട്ടേ പോകാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഞാനും ആക്റ്റീവ് ആകാൻ തുടങ്ങുക. പിന്നെ ലൈക്കും ചെയ്യണം. നിങ്ങളെല്ലാവരും പരവനെ കമൻറ്റും ചെയ്യണം. പേടിക്കേണ്ട, ബ്ലാക്ക് കളറും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്തു പോകുന്നതായിരിക്കും.